ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെരുന്നാളിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഡിലിൻ ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ പെരുന്നാളിന് ഇത് മാത്രം മതി, വേറെ ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് തന്നെ എന്തായാലും അറിയിക്കണം കേട്ടോ. ചിലർക്കൊക്കെ അറിയുന്ന റെസിപ്പി ആയിരിക്കാം, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറേ സമയമോ ഇൻഗ്രീഡിയൻസോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ്. അതേ 1 കപ്പ് തന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. രണ്ടും വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയും ഒരേ റേഷ്യോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടതും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ പരിവെന്ന് പറയുന്നില്ല, ആ ഒരു പരിവം എത്തുന്നത് വരെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അൺസ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. നമ്മളിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല കട്ടിക്കുള്ള ഷുഗർ സിറപ്പാണ് നമ്മളിതിന് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. റോസ് വാട്ടറാണ്. റോസ് വാട്ടർ 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ആദ്യം തയ്യാറാക്കേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1 ലിറ്റർ പാൽ എടുക്കണം. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണം കേട്ടോ. ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി എവാപ്പറേറ്റഡ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എവാപ്പറേറ്റഡ് മിൽക്ക് ആണെങ്കിൽ 1 ലിറ്റർ വേണ്ട, 1/2 ലിറ്റർ മതിയാവും. ഇതിപ്പോൾ 1 ലിറ്റർ പാല് നമ്മൾ തിളപ്പിച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് 1/2 ലിറ്ററിൻ്റെ അത്രയും ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുള്ള പാലാണ് എവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഞാനിതാ ഇവിടെ കണ്ടില്ലേ, ഒഴിച്ചു കൊടുത്തതിൻ്റെ നേരെ പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. പിന്നെ പാട കെട്ടാൻ വേണ്ടി അനുവദിക്കരുത് കേട്ടോ. പാട കെട്ടാണ്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് പകുതി ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 1 ലിറ്റർ പാല് കുറുക്കിയിട്ട് അതിൻ്റെ പകുതി ആയതിനു ശേഷം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ അത് കറക്റ്റാണ് കേട്ടോ മധുരം. ഇനി ഇതിലോട്ട് 1 നുള്ള് നമ്മുടെ സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. ഒരേ 1 നുള്ള് മാത്രമാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 നുള്ള് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ വശമൊക്കെ കളഞ്ഞിട്ട് ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. 3ഓ 4ഓ ബ്രെഡ് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മധുരമൊക്കെ നമുക്ക് ഇടയ്ക്ക് നോക്കാം കേട്ടോ. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതും കൂടി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിത് ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 10-12 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ആയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 ആയിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാം. ഈ ഒരു ഷേപ്പ് ആക്കുമ്പോഴാണ് നല്ല ഭംഗിക്ക് കിട്ടുന്നതെന്നേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കരുത്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസ് വീതം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. 1 മിനിറ്റ് പോലും വേണ്ട. നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ മറിച്ചിട്ടിട്ട് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ബാക്കി എല്ലാതും കൂടി ഇതേപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനിൽ നെയ്യ് തടവി കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതാ ഇപ്പം ഞാനിതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊടിയാവും പോലെ റസ്ക് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. ബ്രെഡ് ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ ചൂടോടെ തന്നെയല്ല, ബ്രെഡ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഒരു ട്രേ എടുക്കുക. അത് ഇതുപോലത്തെ ഒരു ട്രേ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള അതേപോലത്തെ പ്ലേറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ട്രൈയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇതൊരു രാജസ്ഥാനി സ്വീറ്റ് ആണ് കേട്ടോ. ഷാഹി തുക്ദ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് എല്ലാം ഈ ഒരു ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് ഇതുപോലെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മിക്സ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇളം ചൂടുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇളം ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്. എന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് പിസ്താഷിയോ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാഫ്രോണും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പെരുന്നാൾ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കോരിയിട്ടാണ് കഴിക്കുക. ആ ഒരു മിൽക്കും അതുപോലെ തന്നെ ആ ഒരു ബ്രെഡ് സ്ലൈസും ഒക്കെ ഒന്നിച്ചിട്ട് ഇതുപോലെ കോരിയിട്ട് കഴിക്കുമ്പം അപാര ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചോളൂ അഭിപ്രായങ്ങൾ. അപ്പം നമുക്ക് വേഗം തന്നെ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ. അപ്പം ഞാനിതുപോലെ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ കാണുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.